ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എസെക്കിയേൽ പ്രവചനത്തിൽ 43-ാം അധ്യായം 2-ാം തിരുലിഖിതം. അവിടുത്തെ ആഗമനത്തിൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരമ്പൽ പോലെയായിരുന്നു. അവിടുത്തെ തേജസ് കൊണ്ട് ഭൂമി പ്രകാശിച്ചു. ഹല്ലേലൂയ. ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തി ഈ വചന ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും വ്യാപരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ ഇറങ്ങി വ്യാപരിക്കട്ടെ. 2 കരങ്ങൾ നമുക്ക് തുറന്നു പിടിക്കാം. ജീവിതത്തിൻ്റെ ഓരോ തിക്കിലും തിരക്കിലും ഇടയിൽ നിന്ന് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നാം ഒരുമിച്ച് ഓടിക്കൂടിയിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇവിടെ ആത്മാവിൻ്റെ ശക്തി പ്രവർത്തിക്കണം. 2 കരങ്ങൾ അല്പം തുറന്നു പിടിച്ച് ഈ സമയം പരിശുദ്ധാത്മാവിനോട് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, 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 വേഗം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വരണമേ, വേഗം ഈ കൂട്ടായ്മയിലേക്ക് വരണമേ. വലിയ ആഗ്രഹത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, വേഗം പറന്നിറങ്ങണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർ കേകണമേ. വലിയ ദാഹത്തോടെ പരിശുദ്ധാത്മാവേ, വേഗം പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർ കേകണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർ കേകണമേ. ദാസർ കേകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, വളരെ ക്ഷീണത്തിലും രോഗത്തിലും മനപ്രയാസത്തിലും സങ്കടങ്ങളിലിരിക്കുന്ന ഈ പ്രിയ മക്കളെ കാണണമേ. വചനം കേട്ട ഒന്നും മനസ്സിലാകാതെ വിധം അന്നിച്ചു പോയ ഹൃദയം മുഴുവനും പലതരത്തിൽ ദുഃഖം കൊണ്ട് നിറഞ്ഞിരിക്കുന്നവര്, വലിയ വേദന ഇരിക്കുന്നവര്, ഓരോ മക്കളിലേക്കും പരിശുദ്ധാത്മാവേ, 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 വേഗം വരണമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, വേഗം പറന്നിറങ്ങണമേ. ദാഹത്തോടെ ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർ കേകണമേ. പരിശുദ്ധാത്മാവേ, വേഗം പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർ കേകണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർ കേകണമേ. ദാസർ കേകണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ഇന്ന് പ്രഭാഷകന്മാരുടെ പുസ്തകത്തിൽ നിന്ന് 44-ാമത്തെ അധ്യായം മുതലാണ് പഠിക്കാൻ പോകുന്നത്. 44-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ. നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെയും തലമുറ ക്രമത്തിൽ പ്രകീർത്തിക്കാം. പിതാക്കന്മാരുടെ അനുഭവങ്ങൾ പിൻതലമുറയുടെ പരിചിന്തനത്തിനും പഠനത്തിനും വേണ്ടി ദൈവാത്മാവ് ഇതാ നമുക്ക് സംലഭ്യമാക്കിയിരിക്കുകയാണ്. അതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാനെടുക്കുന്നത് നോഹ എന്ന പൂർവ്വ പിതാവിനെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോഹയുടെ ജീവിതത്തെക്കുറിച്ച് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 44-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ഇപ്രകാരമാണ്: നോഹ തികഞ്ഞ നീതിമാനായിരുന്നു. വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ. നോഹയെക്കുറിച്ച് വലിയ മതിപ്പാണ് വേദപുസ്തകം രേഖപ്പെടുത്തുന്നത്. തികഞ്ഞ നീതിമാൻ,
വിശുദ്ധിയുടെ നിറകുടം, ദൈവത്തിൻ്റെ സ്നേഹിതൻ. അവൻ വിനാശത്തിന് നാളിൽ ഒഴിവാക്കപ്പെട്ട ഒരു മുളയായിരുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ അംഗീകാരം പ്രത്യേക വിധമുണ്ടായിരുന്ന, സ്വർഗത്തിൻ്റെ കൃപയുടെ നിറകുടമായിരുന്ന ഒരു മനുഷ്യനായിരുന്നു നോഹ. ഹല്ലേലൂയ. എന്നാൽ നോഹ വലിയ കൃപ കൊണ്ട് നിറഞ്ഞു വന്നപ്പോൾ ആ കാലഘട്ടത്തിൽ നാം കാണുന്ന പ്രത്യേകത എന്താ? ചുറ്റുപാടും അന്ധകാരം കട്ട പിടിച്ച്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 11-12 തിരുലിഖിതങ്ങൾ നോഹ വിശുദ്ധി കൊണ്ട് നിറഞ്ഞപ്പോൾ നോഹയുടെ ചുറ്റുവട്ടം എങ്ങനെയായി തീർന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഭൂമിയാകെ ദുഷിച്ചതായി തീർന്നു. എങ്ങും അക്രമം നടമാടി. ഭൂമി ദുഷിച്ചു പോയെന്ന് ദൈവം കണ്ടു. ലോകത്തിൽ മനുഷ്യരെല്ലാവരും ദുർമാർഗികളായി മാറി. നോക്കുക, ഒരു ഭാഗത്ത് ദൈവകൃപയിൽ ദൈവത്തിൻ്റെ പൈതൽ ബലപ്പെട്ടും അനുഗ്രഹം പ്രാപിച്ചും ശക്തി പ്രാപിച്ചും വരികയാണ്. അപ്പോൾ തിന്മയ്ക്ക് മേൽ തിന്മ, അരാജകത്വത്തിന്മേൽ അരാജകത്വം, ദുർവൃത്തിക്ക് മേൽ ദുർവൃത്തി നടമാടുന്ന ഒരു അന്തരീക്ഷമായി ലോകം രൂപാന്തരപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇതൊരു പ്രത്യേക പ്രതിഭാസമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജനത്തിൻ്റെ ഈ ദുർവൃത്തി നിമിത്തം ജലപ്രളയം കൊണ്ട് ലോകത്തെ നശിപ്പിക്കാൻ തക്കവണ്ണം തീരുമാനമെടുക്കാൻ ദൈവം നിർബന്ധിതനായി. പക്ഷേ നോഹ അവൻ വിശുദ്ധിക്ക് മേൽ വിശുദ്ധി പ്രാപിച്ച് അവൻ സ്വർഗത്തിലേക്ക് കടന്നുപോയി. ഇനി അടുത്ത ഒരു പൂർവ്വപിതാവിനെ നാം പരിചിന്തനത്തിനെടുക്കുകയാണ്. ബൈബിളിൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 44:19 അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നു അബ്രാഹാം. മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല. അവൻ അത്യുന്നതൻ്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിപ്പിച്ചു. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസത്തിൻ്റെ പിതാവ്, വിശ്വാസികളുടെ പിതാവ്, അനേകം ജനതകളുടെ പിതാവ്, ഈ സ്ഥാനമാണ് അബ്രാഹത്തിന് ദൈവവചനം നൽകുന്നത്. ഈ അബ്രാഹാം കൃപയ്ക്ക് മേൽ കൃപ പ്രാപിക്കുകയാണ്. എന്താ? അബ്രാഹാം കൃപയ്ക്ക് മേൽ കൃപ പ്രാപിച്ചപ്പോൾ അബ്രാഹത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത്? അബ്രാഹത്തിൻ്റെ കുടുംബത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത്? അബ്രാഹത്തിൻ്റെ കൂടപ്പിറപ്പുകൾക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിൻ്റെ ജീവിതം കൃപയ്ക്ക് മേൽ കൃപ പ്രാപിച്ചപ്പോൾ ചുറ്റുവട്ടത്ത് അദ്ദേഹത്തിൻ്റെ മേൽ എന്ത് കൃപയാണോ ദൈവം നിക്ഷേപിച്ചത് അതിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ അരങ്ങേറുകയാണ്. ഹല്ലേലൂയ. റോമാലേഖനത്തിൽ 4-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശ്ലീഹ ഈ അബ്രാഹാം കൃപയ്ക്ക് മേൽ കൃപ പ്രാപിച്ചപ്പോൾ കൺമുമ്പിൽ പ്രത്യക്ഷത്തിൽ അവൻ്റെ ജീവിതത്തിൽ എന്തായിരുന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവൻ ഇരുട്ടിലൂടെ നടന്ന മനുഷ്യനാണ്. അവ്യക്തത, അന്ധകാരം, ഒരു കൃത്യതയില്ലായ്മ, ഇത് അവൻ്റെ ജീവിതത്തെ ഗ്രസിച്ചു. റോമാലേഖനം 4-ാം അധ്യായം 18 മുതലുള്ള തിരുലിഖിതങ്ങൾ താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അബ്രാഹാം വിശ്വസിച്ചു. 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. അബ്രാഹത്തിൽ ദൈവം നിക്ഷേപിച്ചിരുന്ന വൻ കൃപ, വിശ്വാസ ചൈതന്യം, വിശ്വാസത്തിൻ്റെ അത്ഭുത ശക്തി. അതുകൊണ്ട് അബ്രാഹത്തിന് ചുറ്റുവട്ടത്തും ഈ വിശ്വാസത്തെ ദുർബലപ്പെടുത്തുന്ന അന്ധകാരം ശക്തി പ്രാപിക്കുകയാണ്. 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നുവെന്നും സാറായുടെ ഉദരം അന്ത്യമാണ് 100% അറിയാം. അവൻ്റെ ഉള്ളിലുള്ള വിശ്വാസ ചൈതന്യത്തിനെതിരായ ഒരുപാട് ചിന്തകൾ അവൻ അലട്ടി. ഇനി കുഞ്ഞ് ജനിക്കുമോ, നടക്കുമോ, ഇതെങ്ങനെയാവും, ഇങ്ങനെ ഒരുപാട് അവൻ്റെ ഉള്ളിൽ ദൈവം എന്ത് കൃപയാണോ നിക്ഷേപിച്ചത് അതിനെതിരായ പ്രതികൂലം
അതിനെതിരായ അന്ധകാരം ചുറ്റുവട്ടത്ത് കട്ട പിടിച്ച്. പക്ഷേ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തെ ശക്തി പ്രാപിച്ചു. അങ്ങനെ അവന് നക്ഷത്രജാലങ്ങൾ പോലെ പിൻതലമുറകളെ ദൈവം അനുവദിച്ച്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 45-ാം അധ്യായത്തിൽ 1 മുതൽ വാക്യങ്ങളിൽ ബൈബിളിലെ മറ്റൊരു മഹാ തേജസ്സിനെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. പ്രഭാഷകന്റെ പുസ്തകം 45-ാം അധ്യായം 1-ാം വാക്യം മോശ പ്രവാചകനെ കുറിച്ച് രേഖപ്പെടുത്തുന്ന പ്രകാരമാണ്: യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി. അവൻ ജനത്തിന് സുസമ്മതനായി. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവനത്രേ ഭാഗ്യസ്മരണാർഹനായ മോശ. ദൈവത്തെ മുഖാഭിമുഖം കണ്ട് ജനത്തിന് നേതാവായി നിന്ന് അത്ഭുതകരമായി ഇതുപോലൊരു പ്രവാചകൻ ഉണ്ടായിട്ടില്ലെന്ന് പറയാൻ തക്കവണ്ണം മോശ കരുത്തനും ബലവാനുമായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ മോശയുടെ മേൽ വൻ കൃപ ചൊരിയപ്പെട്ടപ്പോൾ മോശയ്ക്ക് ചുറ്റുവട്ടത്തിൽ എന്താ അരങ്ങേറിയത്? മോശയുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ എന്താ അരങ്ങേറിയത്? മോശയുടെ സഹ നേതാക്കന്മാർ 250 നേതാക്കന്മാരിൽ എന്താ അരങ്ങേറിയത്? ജനത്തിൻ്റെ മേൽ എന്താണ് അരങ്ങേറിയത്? വലിയ അന്ധകാരം അവരെ പീഡിപ്പിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ എന്ത് കൃപയാണോ മോശയിൽ നിക്ഷേപിച്ചിരുന്നത് അതിനെ വിഴുങ്ങുന്ന അന്ധകാരം, അതിനെ വിഴുങ്ങാൻ തക്ക, അതിനെ ഞെരുക്കുന്ന ഒരു അന്ധകാരം ചുറ്റും കട്ട പിടിക്കാൻ തുടങ്ങി. അതിൻ്റെ ആധിക്യത്തിൽ, അതിൻ്റെ ഞെരുക്കത്തിൽ, അതിൻ്റെ വേദനയിൽ മോശ നിലവിളിക്കുന്നൊരു ഭാഗം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഖ്യയുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 14-ഉം 15-ഉം തിരുലിഖിതങ്ങളിലാണ് നാം അത് കാണുന്നത്. വേദപുസ്തകത്തിൽ നിന്ന് നമുക്കത് വായിച്ച് കേൾക്കാം. ഈ ജനത്തെ മുഴുവൻ താങ്ങാൻ ഞാൻ ശക്തനല്ല, അത് എൻ്റെ കഴിവിന് അതീതമാണ്. ഇപ്രകാരമാണ് അവിടുന്ന് എന്നോട് വർത്തിക്കുന്നതെങ്കിൽ കൃപ തോന്നി എന്നെ ഉടനെ കൊന്നുകളയണമേ. ഈ കഷ്ടത ഞാൻ കാണാതിരിക്കട്ടെ. മോശ വേദനയുടെ നടുവിൽ ദൈവത്തോട് പറയുകയാണ്: ദൈവമേ, ദയവ് ചെയ്ത് എന്നെ ഒന്ന് കൊന്നു തന്നാലും, ഇങ്ങനെ ജീവിക്കുന്നതിലൂടെ മരിക്കുന്നതാണ്. വേദന കൊണ്ട് ദൈവസന്നിധിയിൽ പൊട്ടിക്കരയുന്ന മോശയാണ്. കാരണം ഓരോ കൂടാരവാതിൽക്കൽ ഇരുന്ന് ദൈവത്തിൻ്റെ ജനം ഈ മോശയ്ക്കെതിരെ വലിയ വിധത്തിൽ നെഗറ്റീവ് ഓരോ തരത്തിലുള്ള പിറുവിറുപ്പുകൾ ഉതിർക്കുകയാണ്. വേദന നിറഞ്ഞ വാക്യങ്ങൾ, വേദന നിറഞ്ഞ കാര്യങ്ങൾ പറയുകയാണ്. ഇതെല്ലാം കേട്ടുണ്ടായ ദുഃഖത്തിൻ്റെ ആധിക്യത്തിൽ ദൈവസന്നിധിയിൽ ചെന്ന് മോശ പ്രാർത്ഥിക്കുകയാണ്: എന്നെ കൊന്നുകളയുക, എന്നെ ഒന്ന് കൊന്നു തന്നാലും, ഇതെല്ലാം കണ്ടും കേട്ട് ഞാൻ എന്തിനു ജീവിക്കണം? അതുപോലെ ഞെരുക്കത്തിൻ്റെ നടുവിലൂടെ മോശയുടെ ജീവിതം കടന്നുപോയി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം ഒരു കൃപ എന്നിലും നിങ്ങളിലും നിക്ഷേപിക്കുമ്പോൾ, ഒരു ദൈവ പൈതലിൽ ദൈവം ഒരു കൃപ നിക്ഷേപിക്കുമ്പോൾ, ആ കൃപ വളരാൻ ഒരു പ്രതികൂലത്തെ ദൈവം അനുവദിക്കും. ഹല്ലേലൂയ. ആ കൃപ വളരാൻ ഒരു പ്രതികൂലത്തെ ദൈവം അനുവദിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ച് നല്ല പ്രാർത്ഥനയുടെ അഭിഷേകത്തിൽ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അന്നായിരിക്കും ഏറ്റവും വലിയൊരു പ്രതികൂലം, ഒരു പ്രശ്നം കുടുംബത്തിൽ ചിലപ്പോൾ ഉണ്ടാകുന്നത്. നിങ്ങളൊരു നല്ല ധ്യാനം കൂടി നല്ല കൃപയുടെ ക്ലൈമാക്സിൽ ഇങ്ങോട്ട് ഇറങ്ങേണ്ട സമയത്തായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ അതെല്ലാം തവിടുപൊടിയാക്കുന്ന ഒരു രംഗം, ഒരു അന്തരീക്ഷം, ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിലോ കുടുംബത്തിലോ അരങ്ങേറിക്കൊണ്ട് വരിക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ഒരു കൃപ തരുമ്പോൾ അതിന് ആ കൃപ വളരാൻ പറ്റിയ ഒരു പ്രതികൂലത്തെയും ദൈവം അനുവദിക്കും. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം: എൻ്റെ കർത്താവേ, എനിക്ക് കൃപയിൽ വളരണം, എനിക്ക് കൃപയിൽ വളരണം, എനിക്ക് കർത്താവിന് അനുഭവത്തിൽ വളരണം, എനിക്ക് വിശുദ്ധിയിൽ വളരണം, എനിക്ക് വിശ്വാസം വളരണം. അതിന് തക്കതായ ഒരു ഉണർവിൻ്റെ അഭിഷേകത്തെ, ഒരു ഉണർവിൻ്റെ കൃപയെ, ഒരു ഉണർവിൻ്റെ ഇടപെടലിനെ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് തരണമേ കർത്താവേ. പ്രാർത്ഥിക്കാം. ഏലിയാവ് ഗുഹയ്ക്കുള്ളിൽ ജ്വലിച്ചതുപോൽ ജ്വലിക്കട്ടെ എന്റെയുമുള്ളം. ഏലിയാവ് ഗുഹയ്ക്കുള്ളിൽ ജ്വലിച്ചതുപോൽ ജ്വലിക്കട്ടെ എന്റെയുമുള്ളം. ദാനിയേലു തീഷ്ണതയാൽ എരിഞ്ഞതുപോൽ എരിയട്ടെ എന്റെയുമുള്ളം. ദാനിയേലു തീഷ്ണതയാൽ എരിഞ്ഞതുപോൽ എരിയട്ടെ എന്റെയുമുള്ളം. പാട്ടുകൾ ആത്മാവിൽ നീടണം. എൻ ദൈവമേ, നിൻ കൈകള ആത്മാവിൽ തീടണം. ആത്മാവിൽ തീ
ആത്മാവിൽ തീയിടണം, സ്വർഗ്ഗശക്തിയെ, ആത്മാവിൽ തീയിടണം. ദൈവരാജ്യശക്തിയെ, ഏകരക്ഷക ലോകരക്ഷക നീ എന്നും അഭയം. ഏകരക്ഷക ലോകരക്ഷക നീ എന്നും അഭയം. സ്ത്രീകന്മാരിൽ നിറച്ച അത്ഭുതകരമായ അഭിഷേക ശക്തി, ആ ദിവസമിൽ ഇറക്കിയ അത്ഭുതകരമായ അത്ഭുത ശക്തി വ്യാപരിക്കാൻ വരുത്തണമേ. സൗളെന്നു പൗലോസായി ജനിച്ചതുപോൽ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കട്ടെ ഞാൻ. സൗളെന്നു പൗലോസായി ജനിച്ചതുപോൽ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കട്ടെ ഞാൻ. പത്രോസെന്നു പാറയായി ഉറച്ചതുപോൽ ഉറക്കട്ടെ ഉറക്കട്ടെ ഞാൻ കർത്താവിൽ. പത്രോസെന്നു പാറയായി ഉറച്ചതുപോൽ ഉറക്കട്ടെ ഉറക്കട്ടെ ഞാൻ കർത്താവിൽ. പാട്ടുകൾ തീ പാട്ടുകൾ ആത്മാവിൽ അഭിഷേകമേ, എൻ ദൈവമേ കൈകള ആത്മാവിൽ തീയിടണം, ആത്മാവിൽ തീയിടണം, ആത്മാവിൽ തീയിടണം, ആത്മാവിൽ തീയിടണം, ആത്മാവിൽ തീയിടണം, ആത്മാവിൽ തീയിടണം, ആത്മാവിൽ തീയിടണം. ഏകരക്ഷക ലോകരക്ഷക നീ എന്നും അഭയം. ഏകരക്ഷക ലോകരക്ഷക നീ എന്നും അഭയം. നീ എന്നും അഭയം. ഇരു കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഓരോ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. തളർന്ന ജീവിതങ്ങളെ ഉണർത്തണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, അന്ധകാരത്തെ ഇപ്പോൾ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ ആഗമനത്തിന്റെ ഇരമ്പൽ കൊണ്ട് ഈ ജനം മുഴുവൻ ഉത്തേജിതരാകാൻ ഇടവരുത്തണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ.